കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലോട്ട് ചില ആളുകളെ നോമിനേറ്റ് ചെയ്തു. സംഘപരിവാർ, അതേപോലെ കോൺഗ്രസ്, ലീഗുകാർ. ഇതിൻ്റെ പേരിലാണ് SFI പ്രതിഷേധം, തടയൽ, ബഹളം, കലാപം, സംഭവങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഒരു ചോദ്യം അവരോട് ചോദിക്കട്ടെ. എത്രയോ വർഷമായിട്ട് കേരള ഗവൺമെൻറ്റും CPM-ഉം ഈ കാണിക്കുന്ന SFI-യും അവരുടെ ആൾക്കാരെയാണ് പല യൂണിവേഴ്സിറ്റികളിലും കൊണ്ടുവരുന്നത്. എന്നിട്ട് യൂണിവേഴ്സിറ്റി വല്ലതും മെച്ചപ്പെട്ടോ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേരളം വിട്ട് കേരളത്തിന് പുറത്തും വിദേശത്തും പഠിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്താ സഖാക്കളെ? നിങ്ങൾ ഈ കൊണ്ടിരുത്തിയ CIT-കാരും ഈ കച്ചടകളൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. നിങ്ങൾക്ക് കള്ള മാർക്കിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും ഇല്ലാത്തൊരാൾക്ക് PhD കൊടുക്കാനും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും ചിന്താ ജെറോമിനെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തുന്നത്. അതല്ലേ യാഥാർത്ഥ്യം? നിങ്ങൾ ഈ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് നശിപ്പിക്കാത്തത്? ഒരു നല്ലപോലെ പോയിരുന്ന യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അതും നശിപ്പിച്ചു. അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നശിപ്പിച്ചതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ SFI എന്ന കുട്ടിക്കുരങ്ങന്മാരും ഇതിൻ്റെ CIT-കാർ, ഇവരെല്ലാം കൂടെ കയറി അങ്ങ് മേഞ്ഞു. എന്നിട്ട് അതിന് പറ്റിയൊരു വിദ്യാഭ്യാസ മന്ത്രിയും കൊണ്ടുവച്ചു, പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഭയങ്കര ഇംഗ്ലീഷ് പാണ്ഡിത്യം ഉള്ള ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കി, നാശക്കോടാലിയാക്കി. ഇതിനെ എതിർത്തപ്പോഴല്ലയോ നിങ്ങൾ ചാൻസലറായ ഗവർണർക്കെതിരെ ഈ പ്രശ്നം ഉണ്ടാക്കി? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ സത്യം? നിങ്ങളെ എതിർത്തു. നിങ്ങൾ പിൻവാതിൽ കൂടെ നിയമനം നടത്തി. പല CPM-ൻ്റെ നേതാക്കന്മാർക്കും മന്ത്രിമാരുടെ സ്പീക്കറിൻ്റെ ഭാര്യയ്ക്കും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും എല്ലാവർക്കും ജോലി കൊടുത്തു. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ആളിനെ കൊണ്ടുവെക്കുന്നത്. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറോട് പറയാനുള്ളത്, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ വെക്കാം. അതിൻ്റെ അകത്ത് സംഘപരിവാറെന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ഒന്നുമില്ല. പക്ഷേ അവർ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. കഴിവുള്ളവരെ കൊണ്ടുവെക്കുക. അവരേത് പാർട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. ഈ തലയ്ക്കകത്തൊരു ബോധമില്ലാത്ത അന്തം കമ്മി CIT-കാരന്മാരെ വെക്കുന്നതിലൊക്കെ വളരെ ഭേദമായിരിക്കും അക്കാഡമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവെക്കുന്നത്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഈ കാര്യം പറഞ്ഞാൽ പിടികിട്ടുമല്ലോ. അവരൊരു കാരണവശാലും മാർക്ക് തിരുത്താനും ഈ യോഗ്യതയില്ലാത്തവർക്ക് PhD കൊടുക്കാനും BCom തോറ്റവന് MCom-ന് അതേ കോളേജിൽ അഡ്മിഷൻ കൊടുക്കാനും അവർ ഒരിക്കലും സമ്മതിക്കില്ല. അതേപോലെ കേരളത്തിൽ പലയിടത്തും വൈസ് ചാൻസലേഴ്സ് അവരെ കൊണ്ടുവച്ചിരിക്കുന്നു. അവരുടെ യോഗ്യത എന്താ? ഒരു പറയുമ്പോൾ നാനോ ടെക്നോളജി, ആ ടെക്നോളജി അവിടെ പഠിച്ചു, ഇവിടെ പഠിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്തത്? സിമ്പിളായിട്ടൊരു ലെറ്റർ പോലും എഴുതാൻ അറിയത്തില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ കണ്ടത് ഇതേപോലെയാണ്. ഈ CPM-ൻ്റെയും ഈ DYFI-യുടെയും SFI-യുടെ പല നേതാക്കളും. ഈ ആർഷോയുടെ ഗേൾ ഫ്രണ്ട് വിദ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്തോ കാണിച്ച് മാർക്ക് തിരുത്തു, എന്നിട്ട് വേറൊരിടത്ത് കോളേജിൽ അധ്യാപികയാകാൻ ശ്രമിക്കും. ഇതേപോലുള്ളവർ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. ഇതിനു വേണ്ടിയാണ് ഇവർ പറയുന്നത് സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇവരുടെ ആൾക്കാരെ കൊണ്ടുവെക്കാൻ. അതായത് ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവർ പറയുന്നത് കേട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരെ ഉണ്ടാക്കുന്നു. ഇവർ പറയുന്ന എല്ലാ വൃത്തികേടും കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ തടസ്സം ഉണ്ടാക്കുന്നതും സെനറ്റ് ഹാളിൽ തടയുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഗവർണർ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. നിഷ്പക്ഷമായിട്ട് നിങ്ങളിപ്പോൾ അതിനകത്ത് സംഘപരിവാറോ BJP-യോ കോൺഗ്രസോ ലീഗോ ഒന്നും പ്രശ്നമേ അല്ല. അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രമേ ഇതിനകത്ത് കൊണ്ടുവരാവൂ. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകും. അതിനല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത്. അതിനും അദ്ദേഹത്തെ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ പ്രവണതയാണ്. ഇതിനെതിരെ തന്നെയാണ് സുപ്രീം കോടതി വിധി വന്നത്. എന്നിട്ട് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇവർ ഈ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന CPI-യും ഈ പറയുന്ന DYFI-യും SFI-യും ഈ CPM-ഉം ഒക്കെ.
നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങളുടെ തിണ്ണമെടുക്കല്ലേ കാണിക്കുന്നത്, അതല്ലേ കാണിക്കുന്നത് ബേസിക്കലി. ഇവിടെ പല തീരുമാനം എടുക്കുന്നു. നിങ്ങൾക്ക് നേരെ ചൊവ്വേ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഒരു 100 പേരെ വെച്ച് ഒരു പ്രതിഷേധം നടത്താൻ കഴിയുമോ? ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് AKG പാർട്ടി ഓഫീസിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പ്രതിഷേധം നടത്തിയത്. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ പോലും നിങ്ങളുടെ കയ്യിൽ ആളില്ല. അവിടെ ഒരിക്കലേ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ സീതാറാം യെച്ചൂരിയുടെ വണ്ടിയിൽ BJP-കാരന്മാരോട് കല്ലിട്ടു, അത് അടിച്ചു പൊളിക്കാൻ പോയി. നിങ്ങൾക്കൊന്ന് തിരിഞ്ഞ് നിൽക്കാൻ പറ്റിയോ അവിടെ? ഇത്രയേ ഉള്ളൂ നിങ്ങൾ. അതായത് നിങ്ങൾക്ക് പറ്റുന്നിടത്ത് മാത്രമാണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. നിങ്ങൾ എന്തും കാണിക്കും. അതിന് പറ്റിയൊരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. അയാളുടെ ഇഷ്ടമുള്ള പോലെ കാണിക്കും, ഈ ഗുണ്ടകളെ പരിപാലിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ അടിമുടി മാറേണ്ടിയിരിക്കുന്നു എല്ലാ രീതിയിലും. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും ഒരു മുസ്ലിം ഒരാളെയാണ് കൊണ്ടുവെക്കുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ലീഗ് പറയുന്നവരെ അവിടെ കൊണ്ടുവെക്കും. എപ്പോഴും മുസ്ലിം ആയിരിക്കണം. ഇപ്പുറത്തൊരാൾ ക്രിസ്ത്യനായിരിക്കണം, അപ്പുറത്തൊരാൾ ഹിന്ദുവോ ഈഴവനോ ആയിരിക്കും. അതല്ല മാനദണ്ഡം. അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയാണ് വെക്കേണ്ടത്. ഒരു ഭാഗത്ത് അത് CPM നശിപ്പിച്ചു, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് നശിപ്പിച്ചു. ഇതല്ലേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നാശക്കോടാലിയാക്കി തന്നു. ഇതിനെ വീണ്ടും നാശമാക്കാൻ വേണ്ടി ആൾക്കാരെ എടുക്കുന്നത് അവർ പറയുന്നവരെ വെക്കണം. അതായത് CITU-കാരെ വെക്കണം. അതാണ് അവരുടെ ഡിമാൻഡ്. ഗവർണർ കാണിച്ചതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അദ്ദേഹം നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതാണ് ഇതിൽ പറയുവാനുള്ളത്.